ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ വഴിയെ പറയാം കേട്ടോ എവിടെയാണ് പോകുന്നതെന്ന്. അപ്പം ഞാനും ചേച്ചിയാണ് ഇവിടെ ഇതിലേ പോകുന്നത്. അമ്മ വേറൊരു വഴി വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കണ്ട പ്രദേശം, അതായത് ഞങ്ങളുടെ ഗ്രാമത്തിലെ ഒരു പ്രദേശമാണിതെന്ന് പറയുന്നത്. ഞങ്ങളുടെ സ്ഥലം മൊത്തം ഇങ്ങനെ കണ്ട പ്രദേശമാണ് കേട്ടോ, കണ്ടത്തിൻ്റെ ഒരു ഏരിയ ആണ്. പക്ഷേ ബസ് കയറാൻ നമ്മൾ കുറച്ചൊക്കെ നടന്നാൽ മതി, അധികം ഒന്നും പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിലാണ് അമ്പലത്തിലേക്ക് പോയത്. ഈ ഒരാൾ കാണുമ്പോൾ തന്നെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ഈ അമ്പലത്തിന് ആറന്മുള എന്ന പേര് വരാനൊരു ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. ഭഗവാൻ ഇവിടെ 6 മുളയിലാണ് വന്നതെന്നാണ് പറയുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ കടകളൊക്കെ, ആ ഒരു അമ്പലത്തിൽ തന്നെ കൃഷ്ണനെ ഉണ്ണിക്കണ്ണന്മാരെ വിൽക്കാനും അതുപോലെ മാലയും പ്ലാസ്റ്റിക്കിൻ്റെ മാല അങ്ങനെയൊക്കെ വിൽക്കുന്ന കടകൾ ഇഷ്ടം പോലെ ഉണ്ട്, വിളക്ക് അങ്ങനെയൊക്കെയുള്ളത്. അപ്പോൾ നമ്മൾ അമ്പലം ഇപ്പോൾ എത്താറായിട്ടുണ്ട്. എൻ്റെ അമ്മൂമ്മയുടെ നാടാണ് കേട്ടോ ഇവിടെ, അതുകൊണ്ട് തന്നെ കൂടുതൽ എനിക്ക് ആറന്മുള അമ്പലത്തിനെ ഇഷ്ടമാണ്. എനിക്ക് ആറന്മുള അമ്പലത്തെ പറ്റി പറയാനും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഇതാണ് എൻ്റെ അമ്മയുടെ മാമൻ്റെ കട. ആ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ മാമനാണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പോൾ അമ്പലത്തിനടുത്തേക്ക് എത്താറായിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഈ കൃഷ്ണനെ അത്ര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്, അകത്തേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ ചെന്നത് ഒരു ഉച്ച സമയം കൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു, നല്ല ചൂടുണ്ടായിരുന്നു, എന്നാലും ആ ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. അതാണ് നമ്മുടെ ആ ഒരു എൻട്രൻസ് ഭാഗം, കയറുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഉൾഭാഗം എന്ന് പറയുന്നത് കേട്ടോ. നമ്മളിതുവരെ കൃഷ്ണനെ തൊഴുതില്ല കേട്ടോ. നമ്മളിനി ആറ്റിലിറങ്ങി കാലും കൈക്കൊന്ന് കഴുകിയിട്ട് വേണം നമ്മുടെ കൃഷ്ണനെ കാണാനായിട്ട് നമുക്ക് തൊഴാനായിട്ട് കയറാൻ. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് നമ്മുടെ ആറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ പമ്പ നദിയാണ് ഒഴുകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആറന്മുളയുടെ ഒരു ഉള്ളിലുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര സ്പീഡിലാണ് നടക്കുന്നത് കേട്ടോ, കാരണം ഭയങ്കര ചൂടാണ്. നല്ലതായിട്ട് പൊള്ളി കിടക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കൃഷ്ണനെ കാണാനുള്ളൊരിതുകൊണ്ട് നമുക്ക് അതൊന്നും എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നില്ല. അപ്പോൾ നമ്മൾ നേരെ എവിടെ പോവുകയാണ്, ആറ്റിലേക്ക് പോവുകയാണ്. ആറ്റിൽ നമ്മൾ പോകുന്നത് കാലും മുഖവും ഒന്ന് കഴുകാനാണ്. ആ ഫ്രണ്ടിൽ ഇറങ്ങിപ്പോയി ഞാനും അമ്മയാണ് കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ ചേച്ചിയാണേ. നല്ല തണുപ്പാണ് ഗൈസ് വെള്ളത്തിന്. ഞാൻ കുറേ നേരം വെള്ളത്തിൽ കളിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഇതിന് അമ്മ ഓർമ്മ തൊരാൻ സമയമായി, തൊരണ്ടേന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ആ വെള്ളത്തിൽ നിന്ന് കയറിയത്. ഞാൻ കാലൊഴുകൊണ്ട് നിൽക്കുകയാണ്. നല്ല തണുപ്പായിരുന്നു, നല്ല ഒരു രസമാണ്. ആ ഒരു ഭയങ്കര വൈബാണ് ഗൈസ് ആറന്മുള അമ്പലം എന്ന് പറയുന്നത്. ഗൈസ് ഇതെന്ന് പറയുന്നത് ബലഭദ്രരാമൻ എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് കേട്ടോ, ഒരു ബോർഡിൽ. അപ്പം ഇതിനൊരു ഐതിഹ്യമുണ്ട് കേട്ടോ, നല്ല രസകരമായിട്ടുള്ള ഐതിഹ്യമുണ്ട്. പക്ഷെ എനിക്കിതിപ്പോൾ പറഞ്ഞുതരാൻ അറിഞ്ഞുകൂടാ, അത് വേറൊരു ദിവസം ഞാൻ പറഞ്ഞുതരാവേ. അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി. വെയിലായ കാരണം ഞാൻ സൈഡിൽ മാറി നിൽക്കുകയായിരുന്നു. എന്നാലും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കൃഷ്ണനെ കാണാനും അല്ലാതെ കല്യാണത്തിനും ഒക്കെ വന്നിരുന്നു. കല്യാണത്തിന് വരുന്നവർ കൃഷ്ണനെ കാണാൻ കയറുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഞങ്ങൾ തൊഴുതിട്ടും അവിടെ തന്നെ ഇരുന്ന് അവിടെ തന്നെ നടക്കുകയായിരുന്നു. തൊഴുതെല്ലാം കഴിഞ്ഞിട്ടും ചുറ്റും ഇങ്ങനെ അമ്പലം കറങ്ങി നടക്കുകയായിരുന്നു. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ചേച്ചിയാണ്. ഞാൻ സൈഡിൽ കൂടെ ഒക്കെ ഞാൻ ആസ്വദിച്ചിങ്ങനെ നടക്കുമായിരുന്നു. എന്നാൽ കുറച്ചൊക്കെ വീഡിയോ ഞാനും എടുത്തു, എന്നാലും കൂടുതലും ചേച്ചിയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ഇറങ്ങി തൊഴുതു. അങ്ങനെ നമ്മളെല്ലായിടത്തും തൊഴുതു കഴിഞ്ഞ് ചുമ്മയാണ് നടക്കുന്ന സമയത്താണ് കേട്ടോ ഒരടിപൊളി കാഴ്ച ഞാൻ കണ്ടത്. ഒരടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ. അവിടെ ആണെങ്കിൽ ഒരു കുഞ്ഞി വാവ ഇങ്ങനെ കിടക്കുന്ന
എനിക്ക് കണ്ടിട്ട് ആ ഒരു കൃഷ്ണൻ്റെ അമ്പലവും കൂടെ ആയിരുന്നു, കൃഷ്ണനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു വേറൊരു വാവയുടെ കിടപ്പുണ്ട്. അവർ ട്വിൻസാണ് കേട്ടോ. തൊഴുത് കിടക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ കുറേ നേരം അത് കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മൾ മഞ്ചാടി എറിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹവും നടക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആഗ്രഹം നടക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ തെക്കേ നട എന്ന് പറയുന്നത്. തെക്കേ നട. അപ്പം ഈ ഒരു ഇവിടുത്തെ ഗോപുരവാതിൽ അങ്ങനെ എപ്പോഴും തുറക്കാറില്ല. ഒരു സ്പെഷ്യലായിട്ടുള്ള ദിവസം വരുമ്പോഴാണ് ഇത് തുറക്കുന്നത്. അപ്പോൾ എന്നോട് എൻ്റെ അമ്മ പറയും, അമ്മ പണ്ട് വെക്കേഷൻ ടൈമിൽ ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു വാതിൽ ഞാൻ തുറക്കാനായിട്ട് നോക്കിയിരിക്കുമായിരുന്നു, അവിടെ സൈഡിൽ കയറി കളിക്കാനും അങ്ങനെയൊക്കെ. ഈ പോകുന്നത് ഞാനും അമ്മയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുള്ള് എത്രത്തോളം അമ്പലത്തിൽ നിന്ന് ആസ്വദിക്കാവോ, നടന്ന് ആസ്വദിക്കാവോ, അതൊക്കെ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ പോയ സമയം നമ്മളങ്ങ് അടിച്ചു പൊളിക്കുകയാണ്. എന്നാൽ എപ്പോഴാണ് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ പോയ ദിവസം നമ്മളങ്ങ് അടിച്ചു പൊളിച്ചു നടന്നു. അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കയറി കഴിച്ചു. കല്യാണ സദ്യയായിരുന്നു, ഏതൊരു കല്യാണ സദ്യ നമ്മൾ കയറി കഴിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ തൊഴുതൊക്കെ ഇറങ്ങിയപ്പോൾ. ഇതാണ് നമ്മുടെ ആ ഒരു മണ്ടയ്ക്ക് നിൽക്കുമ്പോൾ ഉള്ളൊരു വ്യൂ, ഒരമ്പലത്തിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനേ തോന്നില്ല. ഞാൻ അവിടെ അങ്ങ് നിൽക്കുകയാണ്. ഒത്തിരി നേരം ഞാനവിടെ നിന്നു. പിന്നെ നമ്മുടെ ആറന്മുളയുടെ ഒരു ഹൈലൈറ്റാണ് ആറന്മുള കണ്ണാടി. ഞങ്ങളുടെ റിലേഷനാണ് നേരത്തെ ഇത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എൻ്റെ മാമനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് കൂടുതൽ ആറന്മുള കണ്ണാടിയെപ്പറ്റി അറിയുന്നതും ഒക്കെ എനിക്ക് അറിയാൻ പറ്റുന്നത്. പലതരത്തിലുള്ള കണ്ണാടികളിവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് തെക്കേ ഭാഗത്ത് ഇഷ്ടംപോലെ ആറന്മുള കണ്ണാടി വിൽക്കുന്നുണ്ട്. വേണ്ടവർ വാങ്ങണം കേട്ടോ. ഒരു വീട്ടിൽ ആറന്മുള കണ്ണാടി വേണമെന്നാണ് പറയുന്നത്. നല്ലൊരു ഐശ്വര്യമാണ്, വാങ്ങണം എല്ലാവരും. അപ്പോൾ നമ്മൾ പിന്നെ തെക്കേന്നട ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു ഉള്ളിലിങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ഒരു വാതിൽ, അതിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണിത്. ഒരു പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. സൈഡിൽ സ്റ്റെപ്പുണ്ട്, ആ സ്റ്റെപ്പ് വരെയൊക്കെയാണ് ഞാൻ കയറി വന്നത്. ഇതാണ് ഞാൻ, ആ സ്റ്റെപ്പ് വരെയാണ് ഞാൻ കയറി വന്നത്. പിന്നെ നമ്മുടെ ഒരു പള്ളിയോടമാണ് ഇടശ്ശേരി മല. ഇത് ഞങ്ങളുടെ കരയാണ് കേട്ടോ. ആ ഒരു ഇതിൻ്റെ വെള്ളമാണ് നിങ്ങൾ കാണുന്നത്, ആ ഒരു പള്ളിയോടം. അപ്പം വെള്ളം കളി എല്ലാവരും വന്ന് കാണണം.